ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഒരുപാട് കാലമായിട്ട് PG സ്റ്റുഡൻസിന് പല കോളേജുകളിലായിട്ട് ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് PG സ്റ്റുഡൻസിന് എന്നെ അറിയുന്നുണ്ടാവുള്ളൂ, മറ്റു ആൾക്കാർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ എന്റെ പേര് ഫെബിന. ഞാൻ 2006 BHMS ഫാദർ മുള്ളസ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. 2018 പിന്നെ ഞാൻ ഒരു 14 വർഷം പോലും UAE പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതിനുശേഷം 2018 ഞാൻ PG കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ മെട്രോ മെഡിക്കലാണ് ചെയ്തത്. അത് 2021 കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ കോഴിക്കോട് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഒരു വർഷം, ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതില് നമ്മള് മെട്രോ മെഡിക്ക നമ്മൾ മൊത്തമായിട്ട് എടുത്തു നോക്കുമ്പോൾ നമുക്ക് പറയാം, നമ്മൾ എപ്പോഴും ബൈ ഹാർട്ട് ചെയ്യാൻ വല്ലാതെ ടെൻഡൻസിയിൽ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും കിട്ടിയിട്ടില്ല, അതാണ് സത്യം. നമുക്ക് മേ ബി നമ്മൾ പഠിക്കുന്ന സമയത്ത് അധികം നമ്മൾ കീനോട്ടോ അല്ലെങ്കിൽ ബോറിക്കോ ഇങ്ങനെയുള്ള ബുക്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പോവാറാണ് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു പല വേർഡ്സിന്റെ മീനിങ് വരെ നമുക്കറിയില്ല. ഇപ്പൊ സോർ ലെയിൻ ബ്രൂസ്ഡ് ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. നമ്മൾ ഇവൻ സ്റ്റുഡൻസിന്റെ അടുത്തും പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ അടുത്തും ചോദിച്ചാലും നമുക്ക് അധിക ആളുകൾക്കും അത് അറിയില്ല. സാഗോലൈറ്റ് പാർട്ടിക്കിൾ നമുക്ക് ചില മെട്രോ മെഡിക്കൽ കാണുന്ന പക്ഷെ പലരും പറയും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം എന്താണെന്ന് അറിയില്ല. അങ്ങനെ പല വേർഡ്സിന്റെ മീനിങ് നമുക്ക് അറിയില്ല, അതിന്റെ കോർ അറിയില്ല, മെട്രോ മെഡിക്ക പഠിക്കേണ്ട രീതി അറിയില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസിന് ഭയങ്കര ഒരു ഡിഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാനൊക്കെ പഠിച്ചു വന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ പ്രാക്ടീസ് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ സത്യമായിട്ടും അതാണ് സത്യം. കാരണം ഞാനൊക്കെ UAE നന്നായിട്ട് ആദ്യകാലങ്ങളിൽ പ്രാക്ടീസ് പച്ച പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത ഒരു സമയത്താണ് ഇതൊന്നും നമ്മൾ പഠിച്ച രീതികളൊന്നും ശരിയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വരിക ശരിക്കും. അപ്പൊ ആ സമയത്താണ് ഞാൻ മെട്രോ മെഡിക്ക ഇരുന്ന് വായിക്കാനും അങ്ങനെ മെട്രോ മെഡിക്കലിനോട് വലിയ ഇഷ്ടം വരാനും അങ്ങനെ മെട്രോ മെഡിക്ക PG ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ആ സബ്ജക്ട് കിട്ടിയാൽ മാത്രം PG ചെയ്യുള്ളൂ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ PG എടുക്കാൻ വന്നത്. അതും കോഴിക്കോട് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ വന്നിട്ടാണ്. അപ്പോൾ ആ സബ്ജക്ട് ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പ്രാക്ടീസിൽ എങ്ങനെ ഈ ഒരു മെട്രോ മെഡിക്ക നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നമുക്കത് അതിന്റെ ഓരോ കോർ എങ്ങനെയാണ്. അപ്പൊ അതിനൊരു വലിയ ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ സോഴ്സ് ബുക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ ഹെറിങ്, മെട്രോ മെഡിക്ക പ്യൂറ, ക്രോണിക് ഡിസീസ് ഇതുപോലെയുള്ള ബുക്കിലാണ് ഇതിന്റെ പ്രൂവിങ് സിംറ്റംസ് കിടക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആരും ഇന്നേ വരെ ആ പുസ്തകം ഞാൻ കാണാൻ തുടങ്ങിയത് PG പഠിച്ച സമയത്താണ് മെട്രോ മെഡിക്ക പ്യൂറ എന്ന് പറഞ്ഞ പുസ്തകം കൈകൊണ്ട് എടുത്തത്. അപ്പൊ അത് വായിച്ചെടുക്കാൻ നമുക്ക് ഇച്ചിരി പ്രയാസം. കാരണം നമുക്കറിയാം ഹനുമാന്റെ ലാംഗ്വേജ് അത്ര ഈസി അല്ല. ഹനുമാൻ ഇങ്ങനെ നേരെ കാര്യങ്ങൾ പറഞ്ഞില്ല, എല്ലാം ഒരു ഇച്ചിരി വളഞ്ഞ രീതിയിലാണ്, വളഞ്ഞു മൂക്ക് പിടിക്കുന്ന രീതിയായിരുന്നു കൂടുതൽ. എല്ലാ റൈറ്റിംഗ്സും അങ്ങനെയാണ്. നമ്മൾ ലെസർ റൈറ്റിംഗ്സ് നോക്കിയാലും ബാക്കിയുള്ള ഏത് ബുക്സ് നോക്കിയാലും ഇച്ചിരി അങ്ങനെ നമുക്കത് മനസ്സിലായി വരാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പൊ പിന്നെ അതിലൊരു ഹനുമാന്റെ മെട്രോ മെഡിക്ക പ്യൂർ ഒന്നും ഒരു സ്റ്റോറി രൂപത്തിലൊന്നും അല്ല, കഥ പോലെ അല്ലെങ്കിൽ നമുക്കതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടെൽ സ്റ്റോറീസ് അങ്ങനൊന്നും അല്ല. അപ്പൊ അത് വായിച്ചെടുക്കുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക് ആണ്. അപ്പൊ അതൊക്കെ കാരണം പലരും പ്യൂറ വായിക്കാൻ മടിക്കാറുണ്ട്, അല്ലെങ്കിൽ സോഴ്സ് ബുക്സ് ലൈക്ക് ഹെറിങ്ങോ അങ്ങനെ എൻസൈക്ലോപീഡിയ ഇതൊക്കെ വായിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ കമ്പാരിറ്റീവ് പെർസ്പെക്ടീവ്സ് നമുക്ക് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രൂപ്പിന്റെ ഒരു 3 റെമഡി എന്ന് പറയുമ്പോൾ നമ്മൾ ട്രയോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും എന്താണ് അക്കോണൈറ്റ്, ഹെപ്പാർ, സ്പോഞ്ചിയ, നമ്മൾ ചാടി പറയും. പക്ഷെ എങ്ങനെ അക്കോണൈറ്റ്, ഹെപ്പാർ, സ്പോഞ്ചിയ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പൊ ഗ്രൂപ്പ് കേസ് കാണുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ മരുന്ന് കൊടുക്കും? അപ്പൊ ആ രീതിക്ക് അത് നമുക്ക് മോൾഡ് ചെയ്തിട്ട് ഓരോ ഡ്രഗിനെയും നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിള് നമ്മളിപ്പോ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആർസെനിക്കം ആൽബം ഒരു റെമഡിയാണ്. നമ്മൾ ഒരിക്കലും ഇൻഫെർട്ടിലിറ്റിയിൽ ആർസെനിക്കം ആൽബം വരൂല എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ എങ്ങനെ അത് ആർസെനിക്കം ആൽബത്തിൽ സിംഗിൾ ഡോസിലോ അതിൽ എത്തുന്നുള്ളത് ഒരു വലിയ കാര്യം. ആ ഒരു കറക്റ്റ് കോർ ഓഫ് ആർസെനിക്കം കിട്ടിയാലേ ആ ഒരു കറക്റ്റ് റെമഡി, നമ്മൾ പറയല്ലോ ഒരു ഡോറ് തുറക്കണമെങ്കിൽ ഒരു കീയെ പറ്റൂല, എല്ലാ കീ എടുത്തിട്ട് ആ ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പൊ അത് കറക്റ്റ് തുറക്കണമെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു കറക്റ്റ് നോളേജ് നമുക്ക് വേണം. അപ്പൊ അതിൽക്ക് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന PGസിന് അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരിലും എത്തിക്കുക. അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഡോക്ടർ ജിൻഡോ എന്റെ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചത് നമുക്ക് ഒന്ന് ചെയ്താൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാം അങ്ങനെ ഒരു രീതിയിൽ. ഇത് നല്ലൊരു ആശയമായി തോന്നി. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതൊരു നല്ല സംരംഭം എന്നുള്ളതൊക്കെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു അക്കാഡമിയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമുക്ക് ഹോമിയോപ്പതിയിൽ ഇങ്ങനത്തെ ഒക്കെ ആവശ്യം. അപ്പൊ ഇതിൽ ഡെമോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണ് നമ്മൾ
പിന്നെ ഒരു ഡ്രഗ് പലരും വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു സ്ലൈഡ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആ സ്ലൈഡ് ഇങ്ങനെ A to Z പവർ പോയിന്റ്. ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് വരുമ്പോൾ ജസ്റ്റ് കീനോട്ട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, അല്ലെങ്കിൽ കോറിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പൊ നമുക്ക് കൂടുതൽ പവർ പോയിന്റ് ഇരുന്നിട്ട് നമ്മൾ പല രീതിയിൽ വായിക്കുക, ആ രീതിയൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം മറന്നു. പല ആളുകളും പറയും ഓ ഡോക്ടറെ പരീക്ഷ നമുക്ക് കഴിഞ്ഞു. ഹലോ ഡോക്ടറെ, ഹലോ. കുറച്ച് നമ്മള് പുറത്തുള്ളവരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് നോക്കിയാണ് കുറച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ. ക്ലാസ് തുടങ്ങുമ്പോ ചെയ്യാം എന്തായാലും കേട്ടോ. സ്ലൈഡ് വരുമ്പോ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. സോ അപ്പോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ആ ഒരു കോർ ലെവലിക്ക് നമുക്ക് ഇത് എത്തിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പറ്റണം. അപ്പൊ എങ്ങനെയാണ് ഒരു റെമഡി പഠിക്കേണ്ടത്, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പലർക്കും ഇപ്പൊ പല ഡ്രഗിനും നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ മൊഡാലിറ്റി എന്താണ് ഈ ഡ്രഗിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ആ മൊഡാലിറ്റി അറിയുന്നുണ്ട്. പല പല സിംറ്റംസും നമ്മൾ പഠിക്കും. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അത് ഇതൊന്നും പല ലെവലിൽ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ എക്സാമ്പിൾ നമ്മളിപ്പോ അക്കൗണ്ട് ഓരോന്നും നമുക്ക് കേസ് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇച്ചിരം കൂടെ നമുക്ക് ഉള്ളിലേക്ക് ഇത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ അക്കൗണ്ടൈറ്റിനെ പറ്റി ഒരു കേസ് ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ ഇത് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ പറയാണ് 35-year-old മെയിൽ പ്രസന്റ് വിത്ത് സഡൻ ഓൺസെറ്റ് ഓഫ് ഹൈ ഫീവർ, ഡ്രൈ കോഫ്, പാൽപിറ്റേഷൻ occurring 6 hours after exposure to cold, driving, report anxiety, fear of dying and marked restlessness എന്നാണ് പറയുന്നത്. And pulse is 110, blood pressure is 150, respiratory examination reveals clear lungs with no signs of distress എന്നാണ് പറയുന്നത്. ഇത് പല ഡിസീസും ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മൾ ഈ ICD ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് പലതും നമ്മൾ ഡയഗ്നോസ് ചെയ്യാറുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണോ അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻസ് എന്നുള്ള ഒരു ഡയഗ്നോസിസ് നമ്മൾ പറയും. അപ്പൊ ഇതിൽ എന്താണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അക്കോണൈറ്റ് നമ്മള് പിന്നെ ഇപ്പൊ ഇന്നലെ മഴ കൊണ്ടു നാളെ കയറിയിട്ട് നമ്മൾ അക്കോണൈറ്റ് കൊടുക്കില്ല. അതിന്റെ ഒരു ഡ്യൂറേഷൻ അതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഹാനിമാൻ ഈ അക്കോണൈറ്റിനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വേറൊരു നമ്മുടെ വലിയ പ്രോബ്ലം മെറ്റർമെഡിക്ക പഠിക്കുമ്പോൾ നമ്മുടെ മെറ്റർമെഡിക്ക ബുക്സ് ഒന്നും അൺഫോർച്ചുനേറ്റ്ലി അത്രയും കൂടെ അപ് ടു ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ള. പല ഡ്രഗ്സിന്റെയും മൊഡാലിറ്റീസ് കീനോട്ടിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഇപ്പോഴും നമ്മൾ അതന്നെയാണ് പഠിക്കുന്നത്. കീനോട്ടിൽ തെറ്റുണ്ട്, ഈവൻ ബോറിക്കിൽ കുറെ മിസ്റ്റേക്സ് ഉണ്ട്. ഇത് നമ്മൾ സോഴ്സ് ബുക്സുകൾ റെഫർ ചെയ്യുമ്പോഴാണ് ചില ബുക്സിലൊക്കെ ഇങ്ങനെ മിസ്റ്റേക്സ് ഉള്ളതായിട്ട് കാണുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ ആ തെറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതുവരെ ഒരു കറക്ഷൻ നമുക്ക് വന്നിട്ടില്ല. അപ്പോ ഈ ഓൾഡ് ടെർമിനോളജീസ് പലപ്പോഴും നമ്മൾ എപ്പോഴും മെറ്റർമെഡിക്കൽ കാണുന്നതാണ്. മെലങ്കോളി, ഈ വേർഡ് മെലങ്കോളി എന്ന് പറഞ്ഞ വേർഡ് ആക്ച്വലി ഇപ്പൊ ശരിക്കും നമ്മൾ ഹീസ് മെലങ്കോളിക് അല്ലെങ്കിൽ ഷീസ് മെലങ്കോളിക് നമ്മൾ പറയാറുണ്ടോ? കൂടുതൽ നമുക്ക് എന്താണ് അതൊരു ഡിപ്രഷൻ, നമ്മൾ പറയാം അവർ ഡിപ്രഷനിൽ പോവാണ് അല്ലെങ്കിൽ ഡിപ്രഷന്റെ പിക്ചറാണ് അത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിപ്രഷൻ എന്നുള്ള വേർഡാണ് അവിടെ മെലങ്കോളിക്ക് പകരം. അപ്പൊ അത് ലേറ്റസ്റ്റ് ടെർമിനോളജി ആയിട്ട് ഒരു മോഡേൺ കൺസെപ്റ്റ് ആയിട്ട് നമുക്കത് എന്താ പറയാ മാറ്റി കൊണ്ടുവരാൻ പറ്റണം. അതാണ് അതിന്റെ വേറൊരു വിഷയം. അപ്പൊ നമ്മള് പിന്നെ ഹൈ ഫീവർ എന്ന് പറയുമ്പോൾ എത്ര ടെമ്പറേച്ചറിന് മുകളിലാണെന്നുള്ളത് നമ്മൾ അറിയണം. ഈ ഫിയർ ഓഫ് ഡെത്ത് ഇതെല്ലാം ശരിക്കും എന്തിന്റെ റെപ്രസെന്റ്, അതൊരു പാനിക് അറ്റാക്കാണ്. ഒരാൾക്ക് മരണഭയം വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ പാനിക് അറ്റാക്ക് അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ടെർമിനോളജീസ് നമ്മളിതൊരു ട്രയൽ ക്ലാസ് നമ്മുടെ എല്ലാം ഒന്നും ഞാൻ പറയണില്ല, ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മളിതിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പോകണമെന്നുള്ളതാണ് നമ്മൾ പറയണത്. അപ്പൊ ഇങ്ങനെ ഓരോ ടെർമിനോളജീസിൽ കുറെ വ്യത്യാസങ്ങൾ നമുക്ക് പുതിയ ടെർമിനോളജിയിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ആ ടെർമിനോളജിയിലെ നമ്മൾ അത് പഠിച്ചെടുക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഡ്രഗ് പഠിക്കുമ്പോൾ അതിന് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താ ഹെഡ് ഉണ്ടാവും, ഫൂട്ട് ഉണ്ടാവും, മൈൻഡ് ഉണ്ടാവും, ഇങ്ങനെ എല്ലാതും ഉണ്ടാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതെല്ലാം പഠിച്ചാൽ നമുക്ക് ഇത് ഇത്രയും ഓർത്തിരിക്കാൻ പ്രയാസമാണ്. അപ്പോ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഓരോ ഡ്രഗിനും ഓരോ സ്ഫിയർ ഓഫ് ആക്ഷൻ ഉണ്ട്. പിന്നെ ഓരോ സ്ഫിയർ ഓഫ് ആക്ഷൻ ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് വേറെ ഉണ്ട്, മൊഡാലിറ്റീസ് വേറെ ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ അക്കോണൈറ്റ് പറയുമ്പോൾ അക്കോണൈറ്റിന്റെ സ്ഫിയർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഫീവറിന് കൊടുക്കുന്ന യൂഷ്വലി കൊടുക്കുന്നത് എന്തിനാണ്, ഫീവറിന് കൊടുക്കുന്ന റെമഡിയാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ, പനി വരുമ്പോൾ കൊടുക്കും. പക്ഷെ എക്സാക്ട്ലി അക്കോണൈറ്റ് ഫീവർ എന്താണ്, അക്കോണൈറ്റ് ഫീവർ ബെലഡോണ ഫീവർ എന്ന് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ അക്കോണൈറ്റിന്റെ ജോയിന്റ് സിംറ്റംസ് പലപ്പോഴും നമ്മൾ ജോയിന്റ് പെത്തോളജിയിൽ മറന്നു പോകുന്ന ഒരു റെമഡിയാണ് അക്കോണൈറ്റ്. അക്യൂട്ട് ആയിട്ട് വരുന്ന ഇൻഫ്ലമേറ്ററി പെയിൻസിൽ എസ്പെഷ്യലി ഇൻഫ്ലമേഷൻസ് ഫങ്ഷണൽ ആയിട്ടൊക്കെ കാണുന്ന പല പെത്തോളജിയിൽ നമ്മൾ അക്കോണൈറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ അക്കോണൈറ്റ് ഹൈപ്പർ ടെൻഷന്റെ റെമഡിയാണ്.
ഏറ്റവും കൂടുതൽ സ്ട്രെസ് വന്ന് പെട്ടെന്ന് BP കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഫോറിൻ ബോഡി സെൻസേഷൻസ്, കണ്ണിൻ്റെ ഉള്ളിൽ എന്തോ വീണു പെട്ടെന്ന് അത് തടയണ പോലെ തോന്നുന്നു, അക്വണൈറ്റ് റെമഡി. പിന്നെ ഇങ്ങനെയുള്ള പ്രസന്റേഷൻസ്, അതിന്റെ സ്ഫിയർ എവിടെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട്. അപ്പൊ സ്ഫിയർ ഓഫ് ആക്ഷൻ നമുക്ക് ഓരോ റെമഡിയിലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ സ്ഫിയറിന് കൂടെ തന്നെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, നമ്മൾ പറയും ബേണിംഗ് പെയിൻ ആണ്. ഈ ബേണിംഗ് പെയിൻ എന്ന് പറഞ്ഞാൽ ഓരോ റെമഡിയുടെയും ബേണിംഗ് പെയിൻ ഡിഫറെന്റ്. ഇപ്പൊ ആസനിക്കത്തിന്റെ ബേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഇൻസൈഡ് ദ വെസൽസ് എന്നാണ് പറഞ്ഞത്. വേറെ കാർബോവേജിന്റെ ബേണിംഗ് ആണെങ്കിൽ അണ്ടർ ദ സ്കിൻ. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ആണ്. ഓരോ പേഷ്യന്റ് നമ്മുടെ അടുത്ത് പറയുന്ന ഈ ബേണിംഗിന്റെ സിംറ്റംസ് നമുക്ക് ഡിഫറെന്റ് ആണ്. അപ്പൊ അത് കൃത്യമായി തന്നെ അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇതിന്റെ മൊഡാലിറ്റി നമുക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം മൊഡാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത് ഈവനിങ് ആണോ മോർണിംഗ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പൾസാറ്റിലർ ഗ്രഫൈറ്റിസ്, രണ്ടും മെന്റൽ ലെവലിൽ ഒരേപോലെ റൺ ചെയ്യുന്ന റെമഡീസ്. രണ്ടും മൈൻഡ് നോക്കുമ്പോൾ എന്താണ്, ടിമിഡ് ആണ്, രണ്ടും ചേഞ്ചബിലിറ്റി ഉണ്ട്, ഇങ്ങനത്തെ പ്രസന്റേഷൻസ് ഉണ്ട് അല്ലെ. രണ്ടും ഒബീസ് ആണ്, രണ്ടിലും മെൻസ്ട്രൽ ട്രബിൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ ഡിഫറൻസ്, പൾസാറ്റിലർ കംപ്ലൈന്റ്സ് വേഴ്സ് ഇൻ ദ ഈവനിങ്, വേറസ് ഗ്രഫൈറ്റിസ് സിംറ്റംസ് ആർ വേഴ്സ് ഇൻ ദ മോർണിംഗ്. അപ്പൊ അത് കൃത്യമായിട്ട് അതിന്റെ ഒരു മൊഡാലിറ്റിയാണ്. അപ്പൊ ആ ഒരു സിംറ്റം ക്യാരക്ടറിസ്റ്റിക് ആകുമ്പോൾ കൂടുതൽ അതിൽ മൊഡാലിറ്റി, അതായത് എപ്പോഴാണ് ഒരു സിംറ്റം ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് വെച്ചാൽ വിത്ത് മൊഡാലിറ്റി വരുമ്പോഴാണ് യൂഷ്വലി അത് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ മൊഡാലിറ്റി കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സോഴ്സ് ബുക്സ് എന്നുള്ള റെഫറൻസ് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ തീരെ റെഫർ ചെയ്യില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ അക്കോണൈറ്റ് ഹാനിമാൻ പറയുന്ന ആദ്യത്തെ കാര്യങ്ങൾ ഇതാണ്. അക്കോണൈറ്റ് ഒരു പ്യുവർ ഇൻഫ്ലമേറ്ററി ഫീവറിന്റെ റെമഡിയാണെന്ന് പറഞ്ഞു. ഇൻഫ്ലമേറ്ററി ഫീവർ ഇൻക്ലൂഡിംഗ് മീസിൽസ്, പർപ്യൂറ മില്ലാരിസ് ആൻഡ് അക്യൂട്ട് പ്ലൂറൈറ്റിക് ഫീവേഴ്സ് എന്നാണ് ഹനുമാൻ മെറ്റമെഡിക്ക. ആൻഡ് ഡ്യൂറേഷൻ ഈസ് 36 to 48 hours. ഇത് കൃത്യമായിട്ട് ഹനുമാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ കൊടുക്കാം, ക്രൂപ്പ്, മെംബ്രേനസ് ലാരിഞ്ചൈറ്റിസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ്. അപ്പൊ അവിടെ തന്നെ ഹനുമാൻ പറയുന്ന കാര്യം എന്താണ്, അവിടെ പൾസ് നന്നായിട്ട് ക്യുക്ക് ആവണം, തേഴ്സ്റ്റ് കൂടണം, ഇങ്ങനത്തെ കുറച്ച് പ്രസന്റേഷനും കൂടെ ഹനുമാൻ നമുക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പ്യൂറേന്ന് നമുക്ക് മെറ്റമെഡിക്ക പ്യൂറ വായിച്ചു കഴിഞ്ഞാല് നമ്മള് ബോഡിക്കുന്ന് വായിക്കുന്നതിന് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടെ വ്യത്യാസത്തിലാണ് ശരിക്കും നമുക്ക് സിംറ്റംസ് കിട്ടുക. അതിന്റെ ഒരു ഇപ്പൊ എക്സാമ്പിൾ അക്വണൈറ്റിന്റെ ഫീവർ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്യൂറയിൽ പറയണത് എങ്ങനെയാണ്, ഈ പനി തുടങ്ങണത് ചെറിയൊരു ചില്ലായിട്ടാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചില്ലായിട്ട് തുടങ്ങാന്ന് പറയുമ്പോൾ നക്സോമിക്ക, ജെൽസീമിയ, ഇങ്ങനെയുള്ള റെമഡീസ് വരാം. പക്ഷെ അവിടെ എന്താണ് പ്രസന്റേഷൻസ്, ഈ ഫീവർ ഐഡന്റിഫൈ ചെയ്യാൻ ഹനുമാൻ നമുക്കൊരു ക്ലൂ തരുന്നുണ്ട്. എന്താണ്, ചെവി എപ്പോഴും തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ഹീറ്റ് ഇൻ ഇയർ ലോബ്സിൽ ഭയങ്കര ഹീറ്റ് കാണുന്നുണ്ടെങ്കിൽ അക്കോണൈറ്റ് സെലക്ട് ചെയ്യുന്നൊരു സിംറ്റം നമ്മളടുത്ത് പറയുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് കുറെ ക്ലൂകൾ, ഓരോ ഫീവർ കേസുകൾ ഇതിന്റെ പ്രത്യേകിച്ച് എന്താണുള്ളത്, ഫീവറിൽ ചില്ല് എങ്ങനെയാണ്, ഹീറ്റ് എങ്ങനെയാണ്, സ്വെറ്റ് എങ്ങനെയാണ്, പേഷ്യന്റിന്റെ ബിഹേവിയർ. എപ്പോഴും അക്കോണൈറ്റ് നമുക്കറിയാം ഒരു ആൻസൈറ്റി സ്റ്റേറ്റ് ആണ്, പാനിക് സ്റ്റേറ്റ്. ഈ ആൻസൈറ്റി നിങ്ങൾ ചൗധരി ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. എന്താണ്, പിന്നെ വല്ലാത്തൊരു എന്താണ് അഗണി എന്നാണ് പറയുന്നത്. അഗണി ആൻഡ് പിന്നെ ആ ഒരു സ്റ്റേറ്റിലാണ്. അതായത് അതിൽ ഡിസ്ക്രൈബ് ചെയ്യണ എങ്ങനെയാണ്, ദാവൂദ് എങ്ങനെയായിരുന്നു വേദന അനുഭവിച്ചിരുന്നത്. അത് ബൈബിളിലെ ഒരു സ്റ്റോറിയാണ് ആക്ച്വലി. അപ്പൊ ഈ ദാവൂദ് എങ്ങനെയാണ് മനോവേദന അനുഭവിച്ചിരുന്നത്, അതേ മനോവേദനയാണ് അക്കോണൈറ്റിനുള്ളത്. അങ്ങനെ ഒരു സിംറ്റം ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഡോക്ടറെ, അവർക്ക് ഇംഗ്ലീഷിലൊന്ന് പറയാൻ കണ്ടിന്യൂ ആയിട്ട് മനസ്സിലാവണില്ല എന്ന് പറയണ്ടേ. എത്ര പേരുണ്ട് ഡോക്ടർ? അത് നമുക്ക് 5-10 പേരുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ലാംഗ്വേജ് മാറ്റിയിട്ട് എടുക്കാം. നമ്മൾ ഇതിന്റെ ഒരു കോർ കൊടുക്കാന്നുള്ളതുകൊണ്ടാണ് മലയാളത്തിൽ പറയാന്നുള്ള ഒരു രീതിയിൽ ഞാൻ വെച്ചത്. അപ്പൊ സോ ഈ വേല് ദിസ് വേ ലൈക്ക് വി ഷുഡ് സെലക്ട് ദ റെമഡി. സോ വി ഷുഡ് ഹാവ് ദ ലൊക്കേഷൻ, സെൻസേഷൻസ്, മൊഡാലിറ്റി, കൺകോമിറ്റൻ, all these things we should combine and we should make a clear picture of this കേസ്. ഇതാണ് അതിന്റെ ഉള്ളിൽ ഇമ്പോർട്ടന്റ് കാര്യം. ഇപ്പൊ നമുക്ക് പലപ്പോഴും നമുക്കറിയാം, വി നോ ദാറ്റ് അക്കോണൈറ്റ് പേഷ്യൻസ് മ്യൂസിക് ഇഷ്ടമല്ല. സോ വി ഷുഡ് കമ്പയർ ഇറ്റ് വിത്ത് സിമിലർ റെമഡീസ് ലൈക്ക് സബാലിന, നാട്രം കാർ, ആംബ്ര. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് വിത്ത് ദീസ് ത്രീ? വി ഷുഡ് കമ്പയർ ദാറ്റ്. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ ട്രയാഡ് ഓഫ് പെയിൻ. എന്ന് പറയുമ്പോൾ വി നോ അതർ റെമഡീസ് ലൈക്ക് chamomilla, coffea. So aconite pain is associated with anxiety and restlessness. Chamomilla pain is pain associated with numbness, whereas coffea pain is associated with hypersensitiveness. ഇങ്ങനെ ഓരോ റെമഡിയിൽ നമുക്കത് കമ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്
പറ്റണം. സോ പിന്നെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി പെർട്ടിക്കുലർ സിംറ്റംസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ അറിയാൻ പറ്റും, ഇതിൽ വേറെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ വെർട്ടേഗോ, എസ്പെഷ്യലി വെർട്ടേഗോ ഓൺ റൈസിംഗ്, വി ഹാവ് 2 റെമഡീസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് പറയണത് നക്സോമിക് ആൻഡ് ഓപ്പിയം. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് വിത്ത് ദിസ്? ഇങ്ങനെ നമുക്കിത് ഐഡന്റിഫൈ ചെയ്തിട്ട് പോകാൻ പറ്റും. സോ ഈ ദിസ് വേ നമ്മൾ ഈ ഒരു റെമഡീസ് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഓരോരോ ഏരിയയിലും, വി നോ ദാറ്റ് ആന്റിൻക്രൂഡിന്റെ ടങ്ങാണ് വൈറ്റ്, അപ്പൊ കൊണൈറ്റിന്റെ ടങ്ങും ഏകദേശം വൈറ്റ് ആണ്, വൈറ്റ് കോട്ടഡ് ആണ്. പക്ഷെ ആന്റിൻക്രൂഡിന് വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അത് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വെദർ മൊഡാലിറ്റീസ്, ഗൈഡിങ് സിംറ്റംസ്. അപ്പൊ അക്വണൈറ്റ് സിംറ്റംസ് ഫോർ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് അക്വണൈറ്റ് നമുക്കറിയാം, വി നോ ദാറ്റ് ഹൈ ഗ്രേഡ് ഫീവർ, ഹോട്ട് സ്കിൻ, ചില്ല് വിത്ത് റാപ്പിഡ് പൾസ് എന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര ടാക്കിക്കാർഡിയ ആണ്. ഇപ്പൊ ഫീവറിൽ കോമൺ ആണ് ടാക്കിക്കാർഡിയ, നമുക്കറിയാം. വയലന്റ് ആയിട്ടുള്ള ആ ഒരു പിക്ചർ കാണുമ്പോൾ ടാക്കിക്കാർഡിയ കാണാൻ പറ്റും. ആൻഡ് എക്സ്പോഷർ ടു കോൾഡ് ഡ്രൈ വിൻഡ്. Somebody is scribbling on the screen, I think. ഹലോ, എന്താ ഡോക്ടറെ? എന്തോ ആരോ സ്ക്രിബിൾ ചെയ്തോണ്ടിരിക്കണ്ടല്ലോ നമ്മുടെ സ്ക്രീനിൽ, മാർക്ക് വന്നല്ലോ. എങ്ങനെ? സ്ക്രീനിൽ ആരോ വരച്ചിട്ടുണ്ട് ജിൻഡോ, മഞ്ഞയും ചുവപ്പ് കളറിൽ കാണില്ലേ? കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്കിത് കമ്പയർ ചെയ്യണം. അപ്പൊ അക്വണൈറ്റിന്റെ പനി, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഏത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ജോയിന്റ് പെയിൻ എങ്ങനെ, പീഡിയാട്രിക് കേസിൽ എങ്ങനെയാണ് അക്വണൈറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വി ഡിസ്കസ് ഡിഫറെന്റ് വ്യൂസ് ഓഫ് എ ഡിഫറെന്റ് ഓതേഴ്സ് ലൈക്ക് ഏറ്റവും ഭംഗിയായിട്ട് എഴുതിയൊരു മെട്രോമെഡിക്കാണ് ശരിക്കും ഫാരിങ്ടൺ, ചൗധരി. അപ്പൊ നമുക്ക് കമ്പാരിസൺസ് വളരെ ഭംഗിയായിട്ട് തന്നില്ലാണ്. അക്വണൈറ്റ്, സ്പോഞ്ചിയ, ഹെപ്പാറിന്റെ ആ ഒരു കമ്പാരിസൺസ്, സാംപുഗസായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യും, പിന്നെ ഇങ്ങനത്തെ ഏർലി സ്റ്റേജ് ഓഫ് മീസിൽസിൽ എങ്ങനെ ഇത് കൊടുക്കാം, പൾസാറ്റിലിന്റെ ബിഫോർ പൾസാറ്റില അക്വണൈറ്റ് ഇസ് റെമഡി എന്നാ പറയുന്നത്, ബിഫോർ പൾസാറ്റില. അപ്പൊ എങ്ങനെ അത് കൊടുക്കാം, എന്ത് പിക്ചറിൽ കൊടുക്കാം, ഇതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം. പിന്നെ കെന്റ് നമ്മളെടുത്ത് ഈ റെമഡീനെ പറ്റിയിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് മോർ ഓവർ മെറ്റീരിയൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റഡി ഓഫ് മെറ്റീരിയൽ മെഡിക്ക ഈസ്, ഞാൻ പറഞ്ഞല്ലോ കമ്പാരിറ്റീവ് സ്റ്റഡി ഈസ് ദ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ആൻഡ് ഇറ്റ് ഇസ് ദ എന്താ പറയാ ഡെഫിനറ്റ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കമ്പയർ ചെയ്തിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റെപ്പറ്റോറിയൽ സ്റ്റഡി ഓഫ് മെറ്റീരിയൽ മെഡിക്കൽ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഹിയർ ഐ എക്സ്ട്രാക്റ്റഡ് ദ റൂബ്രിക്സ് വിച്ച് ഈസ് ഹാവിംഗ് ലെസ് ദാൻ 30 റെമഡീസിന്റെ താഴെ, അല്ലെങ്കിൽ ഒരു ബിലോ 100 വരുന്ന കുറച്ച് റെമഡീസ് അക്വണൈറ്റ് കവർ ചെയ്യുന്ന കുറച്ച് സിംറ്റംസ് ഞാൻ ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ റൂബ്രിക്സ് നമുക്ക് കമ്പയർ ചെയ്തിട്ട് വി ഷുഡ് കമ്പയർ ഇറ്റ് വിത്ത് മെറ്റീരിയൽ മെഡിക്ക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ബൈറ്റിംഗ് ഫിസ്റ്റ് നമ്മൾ പലപ്പോഴും ടെൻഷൻ വരുമ്പോ ചെയ്യണം, ഫിസ്റ്റ് ഇങ്ങനെ കടിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ടെൻഷനിൽ പാനിക് അറ്റാക്കിൽ ഈ സിംറ്റം സിംഗിൾ റെമഡിയാണ് അക്വണൈറ്റ്, സിംഗിൾ റെമഡി. ഓക്കെ, ആൻഡ് വി സി പിന്നെ നമുക്കറിയാം ഇതുപോലെ തന്നെ ഡെത്ത് അഗനി ബിഫോർ ഡെത്ത്, മൈൻഡ് ഡെത്ത് അഗനി ബിഫോർ ഡെത്ത്, പിന്നെ എയിൽമെന്റ്സ് ഫ്രം ആങ്കർ, ഇതൊക്കെ കുറച്ച് റെമഡീസേ ഉള്ളൂ. ആൻഡ് ആങ്കുഷ് ഡ്രൈവിംഗ് പ്ലേസ് ഫ്രം റെസ്റ്റ്ലെസ്നെസ് വിത്ത്, ഈ ഒരു പിക്ചർ കാണുമ്പോൾ. അപ്പൊ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആങ്സൈറ്റി ആൻഡ് ആങ്ക്വിഷ്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് വേറൊരു മെട്രോമെഡിക്ക പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം. ഇങ്ങനെയാണ് ഈ ഒരു റെമഡീസ് എങ്ങനെ പഠിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് അക്വണൈറ്റ് നമ്മൾ പോളിക്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന റെമഡി ഒന്നും അല്ല, പക്ഷേ പോളിക്രസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന റെമഡീസിലേക്ക് ഓറമെറ്റാലിക്കം, ആസനിക്കം, ആൽബം, അതെല്ലാം ആ ഒരു പേഴ്സണാലിറ്റി ഡിറൈവ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ വി വിൽ സ്റ്റഡി ഹിയർ റെപ്പറ്റോറിയൽ കമ്പാരിസൺ വിത്ത് മെറ്റീരിയൽ മെഡിക്ക, പിന്നെ ഇതുപോലെ തന്നെ ഡിഫറെന്റ് ഓതേഴ്സ് വ്യൂ വി ഡിസ്ക്രൈബ് ഹിയർ, ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ്, ഹൗ ടു കമ്പയർ ഇറ്റ് വിത്ത് ഡിഫറെന്റ് റെമഡീസ്. ഇങ്ങനെയാണ് നമ്മളിത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പൊ ഒരു കേസാണ്, നമ്മൾ ഒരു കേസ് എങ്ങനെ ഇത് എടുക്കണം എന്നുള്ളതാണ്. വീഡിയോ ഉണ്ട്, ഞാൻ നോക്കട്ടെ. എന്റെ വീഡിയോ നോക്കൂ, ഇതിന്റെ ഉള്ളിൽ ഒരു വീഡിയോ ഉണ്ട്. ഓ,
ഷെയർ ആയോ? ഇത് കാണുന്നുണ്ടോ ഈ വീഡിയോ? ഇല്ല, വന്നില്ല, വീഡിയോ വന്നിട്ടില്ല. ഒറ്റ മിനിറ്റ്. ഷെയർ. ഇപ്പഴാ? ഇല്ല, വന്നിട്ടില്ല. അപ്പൊ വന്നു. ഈ വീഡിയോ നിങ്ങളൊന്ന്, യു ക്യാൻ സീ ദിസ് വീഡിയോ ആൻഡ് ടെൽ മീ വാട്ട് ഇസ് ദ കണ്ടീഷൻ ആൻഡ് വാട്ട് ഇസ് ദ റെമഡി. ഒന്നും കൂടെ ഇടാം. വൺസ് അഗൈൻ ഐ വിൽ പ്ലേസ്. എന്താ വന്നെ? ഇനി ഐഡിയ ഒന്ന് റെസ്പോൺസ് എല്ലാവരും അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ എന്നൊന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു സൗണ്ട് ആണ് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വലിക്കുകയാണ് ആള്. ഒരു പോസ്റ്റ് സ്ട്രോക്ക് പേഷ്യന്റ് ആണ്. പോസ്റ്റ് സ്ട്രോക്ക് ആണ്. എന്താണ്, എന്തെങ്കിലും ചാറ്റിൽ വന്നിട്ടുണ്ടോ? എനി ഐഡിയ വാട്ട് ഇസ് ദിസ് കണ്ടീഷൻ? ഡോക്ടർ എല്ലാരും ഇംഗ്ലീഷിൽ വേണമെന്നാ പറഞ്ഞു. So what is this condition? This is a patient who is having 60 plus. He was a diabetic patient and he had stroke. After stroke, one day suddenly he got the symptom. What is the remedy and how to interpret this case? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനി ഐഡിയ? നമ്മുടെ തന്നെ ഒരു കേസാണ്. ഇങ്ങനെ വലിക്കുകയാണ് പേഷ്യന്റ്, ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശ്വാസം മുട്ടല്ല കേട്ടോ, ഹിക്കഫ് ആണ്. പേഷ്യന്റ് ഇസ് പ്രസന്റിംഗ് വിത്ത് ഹിക്കഫ്. അപ്പോ ഫസ്റ്റ് സിറ്റിംഗ് ജനറലി വി തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ഹിക്കഫ് ഒരു ഗ്യാസ്ട്രോ. ദേ കൺസൾട്ടഡ് എ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്. അപ്പൊ അവിടുന്ന് ദേ ആർ ഗിവൺ സം മെഡിസിൻ ഫോർ ഹിക്കഫ് ആൻഡ് പേഷ്യന്റ് വാസ് നോട്ട് ബെറ്റർ. അപ്പോ വി ഷുഡ് നോ ദ പത്തോളജി. ഇവിടെ ശരിക്കും എന്താണ് പേഷ്യന്റിന് സംഭവിക്കുന്നത്? ഹിക്കഫ് ശരിക്കും എന്താ? വോട്ട് ഇസ് ഹിക്കഫ്? അത് ഡയഫ്രത്തിന്റെ ആ ഒരു ഇതാണ് അല്ലെ, സ്പാസം ആണ്. സ്പാസം ഓഫ് ഡയഫ്രമാറ്റിക് മസിൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ജനറലി സേ ദാറ്റ്. അപ്പോ വി ഷുഡ് തിങ്ക് എ ന്യൂറോളജിക്കൽ റെമഡി അല്ലെ. ഇവിടെ ന്യൂറോളജിക്കൽ റെമഡിയാണ്. അപ്പൊ അതായത് പേഷ്യന്റിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ കാണിക്കാം. 3 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. കാണുന്നുണ്ടോ? യു ക്യാൻ സീ. കാണുന്നുണ്ട് ആള് സംസാരിക്കുന്നത് വീഡിയോയിൽ കാണുന്നുണ്ട്. ആ ഒരു സിംറ്റം, കാരണം അവർക്ക് ഉറങ്ങാൻ പോലും വയ്യല്ലോ. ഹി കനോട്ട് ഈവൻ സ്ലീപ്പ്. ആ ഒരു പിക്ചറിൽ കിട്ടിയത് കേൾക്കുന്നുണ്ടോ? യു ക്യാൻ ഹിയർ. പറയണത് കേൾക്കുന്നില്ല, പക്ഷെ എന്തോ ആള് പറയുന്നുണ്ട്. പുള്ളി പറയണത്, പുള്ളിയുടെ ഹിക്കഫ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ചെയ്യുന്നു. പുള്ളി ഒരുപാട് ദിവസം, സോ മെനി ഡേയ്സ്, ലൈക്ക് ഹി വാസ് ട്രബിൾഡ് വിത്ത് ദാറ്റ് സിംറ്റം. സോ ഹി കൺസൾട്ടഡ് എ ഗ്യാസ്ട്രോ. ഹി വാസ് നോട്ട് ബെറ്റർ. ഹിക്കഫ്, ബിക്കോസ് ഓഫ് ഹിക്കഫ് ഹി കുഡ് നോട്ട് സ്ലീപ്പ് എന്ന് പറയുന്നത്. കുഡ് നോട്ട് ഈവൻ സ്ലീപ്പ്. 3 days നമ്മുടെ മെഡിസിനിൽ ഹി വാസ് ബെറ്റർ, കംപ്ലീറ്റ്ലി ബെറ്റർ. സോ ഹിയർ വാട്ട് മെഡിസിൻ ക്യാൻ എനിബഡി ഗസ്? Naxomica. That's what I told. Naxomica, we generally think GIT means Naxomica. That is the problem. I told hiccough is not GI problem. Hiccough is a spasm actually. It is a spasm. So that's what meteoromedical we should know the pathology. And homeopathy is... ഡോക്ടർ എക്കണോമിക്സ് പറയുന്നുണ്ട് കേട്ടോ. Cupromet, madam. Cupromet. Not Cupromet. ഒരു ഡോക്ടർ എക്കണോമിക്സ് പറയുന്നുണ്ട്. No. ഹയോസിയാമസ് We discussed aconite. He is telling aconite. No. ഹയോസിയാമസ്, ഇഗ്നേഷ്യ, മാക്ഫോസ്,
The remedy given was calibrom. Calibrom. Why calibrom? Calibrom, you can see. When we take the class, you should keep your boric side and see what symptoms I am telling, and you should mark it. Calibrom, open calibrom, you can see persistent hiccup. Only two remedies you can see, sulfuric acid and calibrom. Persistent hiccup. Got it? Anybody saw? Boric is there? അങ്ങനെ ആരും ബുക്കൊന്നായിട്ടായിരിക്കില്ല ഇരിക്കണ്ടാവാൻ തോന്നുന്നു. ബുക്ക് ഈവൻ നമ്മുടെ ഇതിലില്ലേ, മൊബൈലൊന്നും അടിച്ചാൽ തന്നെ ബോറിക്ക് ഫുള്ള് വരും. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കറക്റ്റ് പത്തോളജി കറക്റ്റ് അറിയണം. സ്പിയർ ഓഫ് ആക്ഷൻ, വി ഷുഡ് നോ ദ പത്തോളജി, വി ഷുഡ് നോ ദ സ്പിയർ ഓഫ് ആക്ഷൻ, വി ഷുഡ് നോ ദ കമ്പാരിറ്റീവ് ഡ്രഗ്സ്, ആൻഡ് വി ഷുഡ് നോ ദ റെമഡീസ് ഫ്രം ഡിഫറെന്റ് സോഴ്സ് ബുക്സ്, ഇമ്പോർട്ടന്റ് റെമഡീസ്. പിന്നെ വി ഷുഡ് നോ ദ വ്യൂസ് ഓഫ് എ മോഡേൺ ഓതേഴ്സ് ലൈക്ക് ശങ്കരൻ, വിത്തോൾക്കസ്. അവർ പറഞ്ഞതും ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം, വി നോ ഗ്രഫൈറ്റിസ്. ഗ്രഫൈറ്റിസ് is a remedy which is generally we know that it is a remedy which is having aversion. What is the aversion of graphitis? Any idea? ഇഷ്ടമില്ലാത്ത ഫുഡ് എന്താ ഗ്രഫൈറ്റിസ്? നമ്മൾ എപ്പോഴും സ്വീറ്റ്സ്, meat, only sweets, meat, both meat and sweet. Graphite is the only remedy which is having aversion for sweet, salt and fish. മൂന്നിനോടും ഒരുപോലെ aversion ഉള്ള ഒരു റെമഡിയാണ് ഗ്രാഫൈറ്റിസ്. സ്വീറ്റ് മധുരം ഇഷ്ടമാണോ? ഇഷ്ടമല്ല. ഉപ്പ് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. മീൻ ഇഷ്ടമാണോ? ഇഷ്ടമല്ല. ഇത് മൂന്നും ഒരേ പേഷ്യന്റ് ആണെന്ന് കേൾക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു റെമഡിയാണ് ഗ്രാഫൈറ്റ്. പക്ഷെ നമ്മുടെ ഓൾമോസ്റ്റ് ഓൾ ദ സോഴ്സ് ബുക്സ് ഹാസ് ഗിവൺ ദാറ്റ് ഗ്രാഫൈറ്റിസ് ഇസ് എ റെമഡി വിച്ച് ഇസ് ഹാവിംഗ് അവേർഷൻ ഫോർ സ്വീറ്റ്, അവേർഷൻ ഫോർ സോൾട്ട്, അവേർഷൻ ഫോർ ഫിഷ്. പക്ഷെ മോഡേൺ ഓതർ വിത്തോൾക്കസിൽ മാത്രമേ പറഞ്ഞുള്ളൂ ഹി ഈസ് ഹാവിംഗ് ക്രേവിംഗ് ഫോർ ചിക്കൻ. എല്ലാ മീറ്റും അവേർഷനാണ്, പക്ഷെ ചിക്കനോട് വലിയ ഇഷ്ടമാണെന്ന് അവർ. അപ്പൊ ചിലപ്പോ അത് നമുക്ക് പല ആളുകളും പറയാണ്, ഞാൻ ഒരു ഇറച്ചിയും കഴിക്കില്ല, പക്ഷെ എന്താണ് ഞാൻ ചിക്കൻ കഴിക്കും. അപ്പോ ചിലപ്പോ സം വ്യൂസ് അവരുടെ എക്സ്പീരിയൻസ് കിട്ടണതാണ് പല കാര്യങ്ങളും, അല്ലെ? അപ്പൊ അങ്ങനെ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ ദാറ്റ് വേ ഓൾസോ. ഈ രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് ജനറലി മോൾഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഷോർട്ട് ക്ലാസ് ആണ്, ഷോർട്ട് വീഡിയോസ് ആണ്. ഇതിന്റെ ട്രയൽ ക്ലാസ്സസ് ആണ്. അപ്പൊ നമ്മൾ കേസസ് വെച്ചിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ പിന്നെ ഈ രീതിയിൽ മെട്രോമെഡിക്ക പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, മെട്രോമെഡിക്കയ്ക്ക് ദർ ഇസ് നോ റോയൽ റോഡ് ടു സ്റ്റഡി മെട്രോമെഡിക്ക. രാജകീയ രീതികളോ രാജകീയ പാതകളോ ഒന്നുമല്ല മെട്രോമെഡിക്ക പഠനം. അത് തീർച്ചയായിട്ടും എന്താണ് മെട്രോമെഡിക്ക പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലും മുള്ളും നിറഞ്ഞ പാത. കാരണം എന്താ, നമുക്ക് റിസോഴ്സ് ബുക്സ് എല്ലാ കാര്യങ്ങളും ഒരു ബുക്ക് വി വിൽ നോട്ട് ഗെറ്റ് ഇൻ വൺ ബുക്കില്. വി ഷുഡ് റെഫർ ഡിഫറെന്റ് ബുക്സ്, വി ഷുഡ് കോറിലേറ്റ് ഇറ്റ്, പത്തോളജി, സ്പിയർ ഓഫ് ആക്ഷൻ, എല്ലാ കാര്യങ്ങളും മൊഡാലിറ്റി കോറിലേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ അത് മോൾഡ് ചെയ്ത് പഠിച്ചാല് അത് അപ്ലൈ ചെയ്യണം. അത് ആക്ച്വലി ഹോമിയോപ്പതി നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ്സ് ആർട്ട് ആൻഡ് സയൻസിലെ നമുക്കത് അങ്ങനെ പഠിക്കാൻ പറ്റണം. ഹൗ ടു സ്റ്റഡി മെട്രോമെഡിക്കൽ, ദാറ്റ്സ് എ ബിഗ് ടോപ്പിക് ആക്ച്വലി. So all the authors like our modern authors are telling it's how to study. Like Herring എങ്ങനെ പറയണ, ചൗധരി എങ്ങനെ പറയണ, എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? ഒരു അപ്പൂപ്പന്റെ പടം തന്നെയാണ് ഇപ്പൊ ഉള്ളത്. അപ്പൂപ്പനല്ല. ഇപ്പോഴോ ഹെരിങ്ങിന്റെ ഫോട്ടോ കാണുന്നുണ്ടോ? ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഏകദേശം ഒരു ഔട്ട്ലൈൻ പറയാം എന്തൊക്കെയാണ് മെട്രോമെഡിക്ക. അത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ദർ ആർ ഡിഫറെന്റ് വേസ് ഇൻ സ്റ്റഡിങ് മെട്രോമെഡിക്ക. കമ്പാരിറ്റീവ് മെട്രോമെഡിക്ക അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വഴി നമുക്ക് പഠിക്കാനുള്ള. അപ്പോ പിന്നെ ഓരോ റെമഡി പഠിക്കുമ്പോൾ ഹെറിങ് പറയണം നമ്മുടെ ഇതില്. ഇപ്പൊ അതിലൊരു കാര്യം എന്താ വെച്ചാൽ, ലൈക്ക് നമ്മൾ പറയല്ലോ, നന്നായിട്ട് വൺ ഹൂ സ്റ്റഡി മെട്രോമെഡിക്ക വെരി വെൽ, ചിലപ്പോ അവര് ദേ വിൽ നോട്ട് പ്രാക്ടീസ് വെരി നൈസ്ലി. അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു ആര്? റിച്ചാർഡ് ഹ്യൂഗ്സ്. നമുക്കറിയാം, നാഷ് ഒരു പ്രാവശ്യം വൺസ് ഹി വെൻ ടു സീ റിച്ചാർഡ് ഹ്യൂഗ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. റിച്ചാർഡ് ഹ്യൂഗ്സ് ഹി വാസ് എ ഗ്രേറ്റ് ക്രിട്ടിക് ഓഫ് ഹാനിമാൻ ആക്ച്വലി, അല്ലെ? ഒരുപാട് ഹനിമാൻ കുറ്റം പറഞ്ഞ ആളാണ്. ഹനിമാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്ത് നമ്മൾ പൊതുവെ നമ്മുടെ ഒക്കെ ഒരു സ്വഭാവമാണുള്ളത് ഇങ്ങനെ കുറ്റം പറയാനുള്ളത്. ആ പുള്ളി അന്ന് ഒരുപാട് ഹി ബ്ലെയിംഡ് ഹനിമാൻ. അപ്പോ എന്നിട്ട് പുള്ളി കുറെ ബുക്സ് എഴുതി, സൈക്ലോപീഡിയ എല്ലാം എഴുതി. പക്ഷെ ഒരു ദിവസം നാഷ്, നമ്മൾ ചിന്തിക്കല്ലോ ഇയാൾ നന്നായി ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, ഇയാളൊന്ന് കാണാൻ പോവാന്ന് വെച്ചാൽ അങ്ങനെ പോയി വെച്ചപ്പോ ഒരു മനുഷ്യന് പോലും അയാൾ അറിവില്ലായിരുന്നു എന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അയാൾ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരുന്നപ്പോ കുറെ പുസ്തകങ്ങൾ എഴുതി കൂട്ടിയത്. സോ മെട്രോമെഡിക്ക ശരിക്കും അതിന്റെ കോർ അറിഞ്ഞ് പഠിച്ചിട്ടില്ലെങ്കിൽ പ്രാക്ടീസ് ശരിക്കും ഒരു ഫെയിലിയർ ആവും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ
സ്റ്റാൽവാർട്സിന്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവണം എന്നുള്ളതാട്ടോ. അപ്പൊ ഒരു ഡ്രഗ് പഠിക്കുന്നത് ഹൗ ടു സ്റ്റഡി എന്നുള്ളത് ഹെറിങ് പറയുന്ന ഒരു രീതിയുണ്ട്. ഫസ്റ്റ് എങ്ങനെ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഒരു സ്പിയർ ഓഫ് ആക്ഷൻ, വി ഷുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു സ്പിയർ ഓഫ് ആക്ഷൻ. പിന്നെ നമ്മൾ അത് രണ്ടാമത് റീഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് റെമഡി നോക്കണം. അങ്ങനെ ആ ഒരു ഡിഫറെന്റ് സെക്കൻഡ് റീഡിങ്ങിലാണ് നമ്മൾ ആ ഒരു മെഡിസിൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ്, സെൻസേഷൻസ് വി ഷുഡ് പെർസ്യൂ ഇൻ എന്താ പറയാ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന ആ ഡ്രഗിന്റെ. പിന്നെ തേർഡ് റീഡിംഗിൽ നമ്മൾ മൊഡാലിറ്റി ഫോക്കസ് ചെയ്യണം. ഫോർത്ത് റീഡിംഗിലാണ് നമ്മൾ അത് കമ്പയർ ചെയ്യുന്നത്. 4 വട്ടം ഒരു ഡ്രഗ് റീഡ് ചെയ്യണം. 4 ടൈം വി ഷുഡ് റീഡ് എ ഡ്രഗ് എന്നാണ് ഹെറിങ് പറയണത്. ഇതേ രീതിയിലാണ്. എന്നിട്ട് ഹെറിങ് പറയുന്നത് പിന്നെ അത് കണക്ട് ചെയ്തിട്ട് പഠിക്കണം. ഓരോന്നിന്റെ സിംറ്റം എങ്ങനെയാണ്, ഓരോന്നിന്റെ മൊഡാലിറ്റി എങ്ങനെയാണ്, ഇതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് ആ രീതിയിലാണ്. എക്സാമ്പിൾ കൊണൈറ്റ്, സ്പോഞ്ചിയ, ഹെപ്പാർ ഡിഫറൻസ് ക്യാൻ എനിബഡി സേ മീ? ഗ്രൂപ്പ് നമ്മൾ വർഷങ്ങളായിട്ട് പറയണതാണ്. ജലദോഷത്തിന് ഗ്രൂപ്പിന് കൊടുക്കും, മറ്റൊരു അങ്ങനെ നമ്മൾ പഠിക്കുന്ന. പക്ഷെ എന്താ ഡിഫറൻസ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പനിയായിട്ട് വരുന്ന ഗ്രൂപ്പിൽ നമ്മൾ വി ഗീവ് വിത്ത് ഫീവർ വി ഗീവ് അക്വഡൈറ്റ് അല്ലേ. പനിയായിട്ട് വരുമ്പോൾ പനി സ്പോഞ്ചിയ ദർ ഇസ് നോ ഫീവർ എന്നാ പറയുന്നത്. സ്പോഞ്ചിയ ദർ ഇസ് മോർ ഓഫ് ഡ്രൈനെസ്. അക്വണൈറ്റ് ഓൾസോ ഹാവിംഗ് ഡ്രൈനെസ്. പക്ഷെ രണ്ടിലും യൂഷ്വലി ഫീവർ ഇസ് പെർസിസ്റ്റന്റ് ആണെങ്കിൽ, ഫീവർ ഉണ്ട്, ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് വിത്ത് ഫീവർ, എസ്പെഷ്യലി ആ ഒരു മിഡ് നൈറ്റിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സഫോക്കേറ്റിംഗ് ഫീലിംഗ് ഉണ്ട്, റെമഡീസ് അക്വഡൈറ്റ്. സ്പോഞ്ചിയ നമ്മൾ റീസ്റ്റഡി സോയിങ് സെൻസേഷൻ അത് ഇതെന്നൊക്കെ പഠിക്കും. പക്ഷെ അതൊന്നും പ്രാക്ടീസിൽ അങ്ങനെ ഒരു സോയിങ് ഒക്കെ കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത്രയുള്ളൂ. അപ്പൊ അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. ഓരോ ഓതേഴ്സും നമുക്ക് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഡിസീസ് ലെവലിൽ കമ്പാരിസൺ വി ഡു, സിംറ്റമാറ്റിക് ലെവൽ, ഓർഗൻ ലെവൽ, ഡ്രഗ് ലെവൽ, തെറാപ്യൂട്ടിക് ലെവൽ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് കൊണ്ടാണ് അതിന് റെപ്പട്രിയിൽ അപ്ലൈ ചെയ്തിട്ടും കൂടെ നമ്മൾ അത് പഠിച്ചിരിക്കണം എന്നുള്ളത്. ഇത് ഓരോ വേസ് ഉണ്ട്. ഇത് വെറുതെ സ്ലൈഡ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. അപ്പൊ ജസ്റ്റ് ഇതാണ് നമ്മൾ ഈ ക്ലാസ് വഴി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പല വ്യക്തികളുമായിട്ടും മരിച്ചുപോയ ആളുകളായിട്ടൊക്കെ നമുക്ക് ഓരോ ഡ്രഗിനെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകാം. പല ഡിഫറെന്റ് പേഴ്സണാലിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇച്ചിരും കൂടെ ആ ഒരു ഡ്രഗിന്റെ കോർ കിട്ടാൻ ഇച്ചിരും കൂടെ നമ്മൾ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ഡോക്ടർ അതെ മീഡിയം ഇംഗ്ലീഷിലാക്കണം എന്നാണ് കുറച്ച് നെക്സ്റ്റ് ക്ലാസ് നമ്മുടെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല. ഞാൻ ഇതിന്റെ ഒരു കോർ, അതായത് ഒന്ന് പറഞ്ഞോളൂ. അവിടെ കുറച്ച് പേരുണ്ട്, മാഡം ഡോക്ടർ തന്നെ പറഞ്ഞോളൂ. Okay, next class onwards, the medium will be English. No issues actually. Okay. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എങ്ങനെയാണ്? Any doubts you can ask me. നമ്മൾ വീക്കിലി 3 ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്, 7 to 8. അപ്പൊ അത് ബാക്കി എനി ഡൗട്ട് പ്ലീസ് ക്ലിയർ. And any drug if you study, you should study the complementary remedy. Inimicalum adonnu athrayum kaarilla. Complementary remedy actually it will help us generally. About example, what is the complementary remedy of angin crude? Can anybody say? Angin crude, what is the complementary? By heart ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിംറ്റം അതിൽ ഉണ്ടാവും. അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. Squilla is the complementary. Why Squilla is complementary to angin crude? Why Squilla is complementary to angin crude? That is my question. അത് എനിക്കറിയില്ല. അതാണ് പ്രശ്നം. നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്വില്ല ആന്റിൻ ക്രൂഡിന്റെ കോംപ്ലിമെന്റ് നമ്മൾ എപ്പോഴും പറയും. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. എന്താണ് സ്ക്വില്ല? നമ്മൾ എപ്പോഴും പറയും വി ജനറലി സേ ദാറ്റ് ഇറ്റ് ഇസ് എ റെമഡി ഫോർ ഷോർട്ട് ഗേൾസ് ഹീൽ പെയിൻ. നമ്മൾ പറയല്ലേ ഹീൽ പെയിന് ഒരുപാട് സമയം നിന്നില്ല. ആന്റിൻ ക്രൂഡ് നമ്മൾ വായിച്ചു നോക്കും, ഇറ്റ് ഇസ് എ റെമഡി ഫോർ ഹീൽ പെയിൻ. സോ ദിസ് ബോത്ത് ആർ കോംപ്ലിമെന്ററി. ക്യാംഫർ ആൻഡ് കാന്താരിസ് ഇസ് കോംപ്ലിമെന്ററി. വൈ? Camphor and Cantharis is complementary. Why? Burning sensation. Camphor വലിയ burning ആണോ? സെക്ഷുവാലിറ്റി, ഇറോട്ടോമേനിയ, രണ്ട് റെമഡിയും ഹൈ സെക്ഷുവാലിറ്റി ഉള്ള റെമഡി. കാന്താരിസ് നമ്മൾ സെക്ഷൽ ഡിസയർ ഇൻക്രീസ് ചെയ്ത റെമഡി. സെയിം വേ ക്യാംഫർ. അപ്പൊ ഈ രണ്ട് സിംറ്റം ഉള്ളതുകൊണ്ടാണ് അവർ കോംപ്ലിമെന്ററി ആയിട്ട് റെമഡി. നമുക്ക് വേറെ റെമഡീസ് നോക്കാം. എക്സാമ്പിൾ ഗ്രഫൈറ്റിസിന്റെ കോംപ്ലിമെന്ററി എന്താ? ഗ്രഫൈറ്റിസ് സ്കിന്നിന് നമ്മൾ പലപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യണം. അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഗ്യാസ്ട്രിക് അൾസർ, വി ജനറലി പ്രിസ്ക്രൈബ് ഗ്രഫൈറ്റിസ്. വാട്ട് ഇസ് ദ കോംപ്ലിമെന്ററി റെമഡി ഫോർ ഗ്രഫൈറ്റിസ്?
എനിബഡി? നമ്മള് വി ഹാവ് സോ മെനി റെമഡീസ് കോംപ്ലിമെന്ററി ഫോർ ഗ്രഫൈറ്റിസ് ആക്ച്വലി ഫോളോസ് വെൽ ആയിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെമഡീസ് അർജന്റം നൈട്രിക്കം. വൈ അർജന്റം ആൻഡ് ഗ്രഫൈറ്റിസ് ഇസ് കോംപ്ലിമെന്ററി? എന്താ കാര്യം? വെറുതെ കോംപ്ലിമെന്ററി ആയതാണ്. അർജന്റം ഗ്രഫൈറ്റിസ് നമ്മൾ നോക്കും, ബോത്ത് ആർ ഹാവിംഗ് ആൻസൈറ്റി, ആന്റിസിപ്പേഷൻസ്, മെന്റൽ സിംറ്റംസ്, ആന്റിസിപ്പേഷൻ റെമഡി ഗ്രഫൈറ്റിസ് അല്ലെ. അപ്രഹെൻഷൻ എന്നാ പറയുന്നത് മെട്രോണിക്ക. അപ്രഹെൻസീവ് ഈസ് അപ്രഹെൻസീവ്. And argentum is also having this apprehensiveness, so they both are complementary. Argentum, graphitis and septia is complementary because of this leucorrhea and algo and empty sensations. Rendum complementary ആണ്. അപ്പൊ ഇങ്ങനെ we have so many relations even with the സിംറ്റംസ്. അങ്ങനെയാണ് ഡ്രഗ്സ് കോംപ്ലിമെന്റ്. ചുമ്മാ അങ്ങനെ കോംപ്ലിമെന്ററി ആന്റിഗ്രൂഡ് സ്ക്വില്ല അങ്ങനെ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല അതുകൊണ്ട്. അപ്പൊ ചിലപ്പോൾ അത് കോംപ്ലിമെന്ററി ആഫ്റ്റർ സ്ക്വില്ല അല്ലെങ്കിൽ ആഫ്റ്റർ ആന്റിഗ്രൂഡ് നമുക്ക് ഈ സ്ക്വില്ല കൊടുക്കേണ്ടി വരും. അപ്പൊ അതും കൂടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇച്ചിരി കൂടെ ഭംഗിയാവും എന്നുള്ളത്. ഓക്കെ, എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ, അതല്ലെങ്കിൽ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇതൊരു ജസ്റ്റ് ഒരു ചോദിച്ചോ. ഹലോ, പറഞ്ഞു. കമ്പയർ ചെയ്ത് പഠിക്കാന്ന് പറയുമ്പോഴേ ഇങ്ങനെ സിംറ്റംസ് മാത്രാണോ? നമ്മള് മെന്റൽ സിംറ്റംസ് നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ഇതില് വന്നല്ലോ. അതാണ് ചോദിച്ചത്. ഇതിപ്പോ നിങ്ങളിപ്പോ പറഞ്ഞപ്പം ഷോർട്ടായിട്ട് പറഞ്ഞപ്പം സിംറ്റംസ് ഇങ്ങനെ കമ്പയർ ചെയ്ത് അതർ ഡ്രഗ് വെച്ചിട്ട് എന്നാണല്ലോ. അപ്പൊ മെന്റൽ സിംറ്റംസ് ഫോക്കസ് ചെയ്യോന്നാണ് ഡൗട്ട്. മൈൻഡ് ആണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ടു ബി വെരി ഫ്രാങ്ക്, ഇൻ യുവർ പ്രിസ്ക്രിപ്ഷൻ മൈൻഡ് ഇല്ലാണ്ട് ഒരു റെമഡിയും സെലക്ട് ചെയ്താൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആവില്ല. മൈൻഡ് സിംറ്റംസ് കറക്റ്റ് ആവാനല്ല ആ കേസ് ഓപ്പൺ ആവില്ല എന്നുള്ള 100% ഷുവർ. അതാ ചോദിച്ചത്. അപ്പൊ മെന്റൽ സിംറ്റംസ് നിങ്ങൾ കവർ ചെയ്യൂലേ എന്നുള്ളതാണ്. ഷുവർ ആയിട്ടും മൈൻഡാണ് ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഡ്രഗ് അക്വണൈറ്റ് എടുത്തുന്നേ ഉള്ളൂ. നമ്മള് മൈൻഡാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് ഒരു ഡ്രഗിന്റെ. മൈൻഡ് അറിയാണ്ട് നമ്മൾ വേറെ ഒരു ഡ്രഗ് പഠിച്ചിട്ടും കാര്യമില്ല. മൈൻഡിലും വേറെ പ്രശ്നമുണ്ട്. നമ്മള് ചുമ്മാ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സിമ്പിൾ റെമഡി എടുക്കാം. ഇപ്പൊ ഫ്ലൂറിക് ആസിഡ് ഒരു ഇമ്പോർട്ടന്റ് റെമഡി. മൈൻഡ് ഓഫ് ഫ്ലൂറിക് ആസിഡ് എന്ന് വെച്ചാൽ വാട്ട് യു പീപ്പിൾ വിൽ സേ ജനറലി? മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറിക് ആസിഡ് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അല്ലേ. അത് നമ്മൾ വേറെ ഏത് റെമഡി ആയിട്ടാണ് കമ്പയർ ചെയ്യുക എന്നുള്ളത് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്കറിയില്ല. കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ മെയിൽസിൽ ഒരുപാട് കേസുകളിൽ കൊടുക്കുന്ന റെമഡി ഫ്ലൂറിക് ആസിഡ് അല്ലെ. നമുക്ക് പലപ്പോഴും അറിയില്ല എന്താണ് ഫ്ലൂറിക് ആസിഡിന്റെ ഒരു മെന്റൽ സിംറ്റംസ് എന്ന് നമുക്ക് പറയാൻ അറിയില്ല. അപ്പൊ അത് ഏതുമായിട്ട് കമ്പയർ ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അത് എങ്ങനെയാണ്? അപ്പൊ നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പറഞ്ഞുതരാം. ഫ്ലൂറിക് ആസിഡ് എങ്ങനെയാണ് നമ്മൾ അതിന്റെ മൈൻഡ് എന്താണ് അതിന്റെ പിക്ചർ എന്ന് പറയുമോ? നമ്മൾ ഒറ്റ വേർഡിൽ ഫ്ലൂറിക് ആസിഡിനെ ഡിസ്ക്രൈബ് ചെയ്യും ബ്യൂവൻസി. അതായത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യണ മനുഷ്യരവര്. ഫ്ലോട്ട് ലൈക്ക് എനിത്തിങ് എന്നാ പറഞ്ഞത്. വെറൈറ്റി ഓഫ് ഫുഡ്, ലൈഫ് എൻജോയ് ചെയ്യണ പേഴ്സണാലിറ്റി. ആ രീതിയിൽ അവർ പേഴ്സണാലിറ്റി ജീവിതം എൻജോയ് ചെയ്ത് നടക്കുന്ന ആളുകളാണ് ബ്യൂവൻസി എന്നുള്ള ഒരു റൂബ്രിക് ഐശ്വര്യ വരും. അപ്പൊ ആ പിക്ചറിൽ വരുന്ന ഒറ്റ റെമഡി ഉള്ളൂ മെറ്റീരിയൽ. പുറത്തടുക്കള ഒന്ന് മ്യൂട്ട് ചെയ്യോ ഡോക്ടറെ? അപ്പൊ മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ മൈൻഡ് ഓഫ് ഗ്രഫൈറ്റിസ് പൾസാറ്റിൽ ഒരേപോലെ ഇരിക്കുന്ന മൈൻഡ് എന്താ ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഗ്രഫൈറ്റിസിന്റെ മൈൻഡ് എങ്ങനെയാണ്, പൾസാറ്റിലയുടെ മൈൻഡ് എങ്ങനെയാണ്.
രണ്ടും വീപ്പ് ചെയ്യും, രണ്ടും ടിമിഡാണ്, രണ്ടും എന്താണ് ഇൻഡിസിസീവ് ആണ്, എല്ലാം ഒരേപോലെ, രണ്ടും ഒബീസ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഡിഫറൻസ് എന്താണ്? പൾസാറ്റിലയുടെ മൈൻഡും ഗ്രഫൈറ്റിസ് മൈൻഡും ഡിഫറൻസ് എന്താണ്? ഗ്രഫൈറ്റിസ് ഭയങ്കര കോഷ്യസ് ആണ്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ട്. പക്ഷെ പൾസാറ്റിൽ എങ്ങനെ പോണത്? യൂഷ്വലി അവർക്ക് സിമ്പതി ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്, കൺസോലേഷൻസ് ഇഷ്ടമാണ്, സിമ്പതി ഇഷ്ടമാണ്. ആ ഒരു പിക്ചറാണ് പൾസിൽ കൂടുതലായിട്ട് പോണത്. അപ്പൊ അവരുടെ വീപ്പിങ്ങും ഇവരുടെ വീപ്പിംഗ്, വാട്ട്സ് ഡിഫറൻസ് വിത്ത് ദിസ് ടു വീപ്പിങ്സ്? ഇങ്ങനെയാണ് നമ്മളത് കമ്പയർ. അത് ഓരോ ഡ്രഗ് എടുക്കുമ്പോഴും അതിന്റെ മൈൻഡ് എന്തായാലും 100% നിങ്ങൾക്ക് അത് ക്ലിയർ ആവും ക്ലാസ്സിൽ. എല്ലാ ഓതേഴ്സിന്റെ വ്യൂവും വെച്ചിട്ട് തന്നെയാണ് നമ്മളത് എടുക്കുക. അത് പേടിക്കേണ്ട. എനി അതർ ഡൗട്ട്സ്? പിന്നെ ഈ നിങ്ങൾ 50 ഡ്രഗ്സ് 100 ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഓൾറെഡി ഏതൊക്കെ ഡ്രഗ്സ് ആണ് എന്നുള്ളത് ലിസ്റ്റഡ് ആണോ? എന്തോ അതോ എങ്ങനെയാണ്? ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഡ്രഗ് ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് തരുന്നതിന് പ്രശ്നമില്ല, എന്തായാലും തരാം. അത് മിക്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരിക മോസ്റ്റ്ലി. വേറെ എന്തെങ്കിലും എനി അതർ ഡൗട്ട്സ്? ഒരു ഫുള്ളി ഇങ്ങനെ ഒരു പവർ പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ വായിക്കുക ആ രീതി എന്തായാലും ഇവിടെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ആ വായന രീതിയല്ല, നമ്മൾ ഓരോ വേർഡിന്റെയും മീനിങ്, കമ്പാരിസൺസ്, അങ്ങനെ തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ശരിക്കും. ആ മൈൻഡാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ സ്ഫിയർ ഓഫ് ആക്ഷനുള്ള ഏരിയ വി ഹൈലൈറ്റ് ജനറൽ. ഫോർ എക്സാമ്പിൾ ഓരോ റെമഡിക്ക് ഒരു സ്ഫിയർ ഉണ്ടാവും, ഒരു ഏരിയയിൽ ആക്ഷൻ ഉണ്ടാവും. ആ ഒരു ഭാഗമാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഹോമിയോ ഡോക്ടേഴ്സ് സ്വന്തം കുട്ടികൾക്ക് വരെ പനി വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കൂല. ഒരു കാരണം ഇതാണ്, നമ്മളിത് മര്യാദക്ക് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വന്തം കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ മടിയാണ്. ഞാൻ എത്ര പിള്ളേരെ PG പഠിക്കുന്ന എത്ര പിള്ളേരെ, ഇന്ന് പോലും ഒരു കുട്ടീനെ ഞാൻ കണ്ട, ആ കുട്ടിക്ക് പനി. അപ്പൊ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞതാ, എനിക്ക് ഡോക്ടറെ രാവിലെ എണീച്ചപ്പം ഇന്നലെ മുൻപിനാണ് തുടങ്ങി, ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഉണ്ട്, ഭയങ്കരമായിട്ട് ചില്ലിനെസ്സും ഉണ്ട്. ഞാൻ ആസനിക്കമാൽബ് എടുത്തു. എന്നിട്ട് എനിക്ക് കുറഞ്ഞില്ല. എന്നിട്ട് ഞാൻ പോയി ആന്റിബയോട്ടിക് കഴിച്ചു. എന്താ കുഴപ്പം? എന്താ അവിടെ? ബോഡി പെയിനും ചില്ലിനെസ്സും ആസനിക്കത്തിന്റെ സിംറ്റം ആണോ അത്? ആണോ? വെദർ ഇറ്റ് ഇസ് എ സിംറ്റം ഓഫ് ആസനിക്കം? എന്നിട്ട് കുറഞ്ഞില്ല എന്ന് പറഞ്ഞ കുറ്റം ഹോമിയോപ്പതിക്കാണ്. ഹോമിയോപ്പതിയിൽ കുറഞ്ഞില്ല, അതുകൊണ്ട് ആന്റിബയോട്ടിക് എടുത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞു. സ്വന്തം കുട്ടികൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ നാട്ടുകാർ ട്രീറ്റ് ചെയ്യാൻ നടക്കരുത് എന്നില്ല. പറ്റൂലെങ്കിൽ പണി നിർത്തി പോണം. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ നമ്മുടെ പാരന്റ്സിനെ നമ്മുടെ കുട്ടികളെയും ട്രീറ്റ് ചെയ്യണം മാത്രം